അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു പലഹാരമാണ്. ചീസും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ബ്രെഡ് റോളാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. കൂടുതലൊന്നും പറയണില്ല, ബാക്കി നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ബിസ്മില്ല. നമുക്ക് ആദ്യം ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ഉള്ളി ഒന്ന് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് നമുക്ക് കളറ് മാറി കിട്ടണം. വല്ലാതെ താളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇതാ ഉള്ളിയൊക്കെ ഈ ഒരു കളറായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി പിന്നെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ്, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് അതൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് ആയിട്ടുള്ള പീസസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അളവ് പറയുകയാണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം 1 കപ്പ് ഉണ്ട്. വെയിറ്റ് ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ജീരകമാണ് കേട്ടോ, നമ്മൾ മോര് കറിയിലൊക്കെ ചേർക്കുന്ന ആ ജീരകം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വേവിക്കാം. ചിക്കനാണ്, അതുപോലെ തന്നെ ബോൺലെസ് ആയിട്ടുള്ള പീസസാണ് എടുത്തത്. പെട്ടെന്ന് കുക്കാവും, എന്നാലും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതാ കണ്ടോ, നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സ്വീറ്റ് കോൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന ചോളം, നാട്ടിലൊക്കെ ചില സമയത്ത് ഫ്രഷ് ആയിട്ടും കിട്ടലുണ്ട്. പിന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവും. ഇപ്പോൾ നമ്മൾ കോണൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറുള്ള ബെൽ പെപ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. എന്നാലും ചിക്കൻ കുറച്ചധികം ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ആ ചിക്കൻ്റെ ഫുൾ ഫ്ലേവറും ഇതിലുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ബട്ടറൊക്കെ എടുത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. പിന്നെ നിങ്ങൾക്ക് ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ബട്ടറിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറേ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡൊക്കെ ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആവി കയറ്റിയെടുത്താലും മതി, ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി. നമുക്ക് പരത്തിയെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഓരോന്നും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. നമ്മളൊന്ന് ചൂടാക്കി എടുത്തുകൊണ്ട് നമുക്ക് പൊട്ടിപ്പോവാതെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനൊക്കെ പറ്റും. ഇനി ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പരത്തുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, അത് നിങ്ങളെ ഇഷ്ടം. എനിക്കിങ്ങനെയാണ് നന്നായിട്ട് തോന്നിയത്, അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ നമുക്ക് നേരെ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളത്
ക്രീം ചീസാണ്. അപ്പോൾ ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഉപ്പുള്ള ചീസാണെങ്കിൽ നമ്മൾ ആദ്യം ഫില്ലിങ്ങിൽ ആ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇടണം, അല്ലെങ്കിൽ ഉപ്പ് അധികമായിപ്പോൾ നിങ്ങൾ ചീസിൻ്റെ ഉപ്പിൻ്റെ ലെവലൊന്ന് ആദ്യം ചെക്ക് ചെയ്തേക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ലോണം ചീസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചീസ് ചേർക്കാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം ചീസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം, നിങ്ങൾ ചീസിൻ്റെ ഉപ്പൊന്ന് ആദ്യം ശ്രദ്ധിച്ചേക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അധികം ഉപ്പില്ലാത്ത ചീസാണ്. ഓരോ ചീസിൻ്റെ ഉപ്പിൻ്റെ ലെവൽ വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇതാ നമ്മളെ ഫില്ലിങ് റെഡിയായി. ഇനി ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പരത്തി വെച്ച നമ്മളെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 സൈഡിലായിട്ട് നമുക്ക് മൈദയും കുറച്ച് വെള്ളം കൂടി കലക്കിയിട്ടുള്ളൊരു പേസ്റ്റ് ഉണ്ട്, അത് തേച്ച് കൊടുക്കാം. ഈ ബ്രെഡൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഒരറ്റത്തായിട്ട് നമുക്ക് നമ്മളെ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് നീളത്തിലായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആ 3 സൈഡും ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുക, നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇതാട്ടോ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഓരോ റോൾസ് എടുക്കാം. നമ്മുടെ മുട്ടൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയല്ലോ ആ സൈഡൊക്കെ, അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഇതിപ്പോൾ ഒരു 18 റോൾസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്പൂണ് യൂസ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാനും മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാനും യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മളെ ബ്രെഡ് ക്രംസ് ഒന്നും അധികം നനയാതെ അധികം വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ റോൾസൊക്കെ ഇവിടെ പൊരിച്ചെടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മളെ എണ്ണ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്ക് ഓരോ റോൾസായിട്ട് എടുത്തിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടുണ്ടാവണം, അല്ലെങ്കിൽ വല്ലാതെ എണ്ണ പിടിക്കും. നമ്മൾ ബ്രെഡാണ് പൊരിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അധികം കുക്കാവാനൊന്നുമില്ല. അപ്പം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചിട്ട് മീഡിയം ടു ഹൈ ആയിരിക്കാൻ ശ്രദ്ധിച്ചേക്കാം. കണ്ടോ പെട്ടെന്ന് തന്നെ കളറ് മാറി വരുന്നത്. പിന്നെ ഇത്ര അധികം എണ്ണയിൽ പൊരിച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് എണ്ണ കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഒന്ന് നല്ല ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് എണ്ണ അധികം എടുത്തിട്ടുള്ളത്. അല്ലാതെ സാധാരണ പൊരിച്ചെടുക്കുമ്പോൾ ഞാൻ ഇത്ര അധികം എണ്ണയിലൊന്നും പൊരിക്കലില്ല. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കാം. വേണമെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ പൊരിച്ചെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അസ്സലാമു അലൈക്കും.